എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. y raised to x equal എഴുതൂ. ആ ബോക്സ് കണ്ട് y raised to x equal x raised to y. y raised to x equal x raised to y. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇനി ഒരു 3 കണക്കൂടെ ഉള്ളൂ. അതോടെ ആകുമ്പോഴേക്ക് എന്ത് കംപ്ലീറ്റ് ആവും? ആ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആവും. നോക്കാം. y raised to x ഈ പേരെടുത്ത് എടുത്തിട്ടേ. കാരണം പണ്ടത്തെ അളവാണ് ഇവിടം മുതൽ ഇവിടം വരെയാണ് y raised to x equal x raised to y. എഴുതുക. y raised to x equal x raised to y. ഇത് നമ്മുടെ ലോഗരിതമിക് ഡിഫറൻസിയേഷന്റെ വേണമെങ്കിൽ ഏത് ടൈപ്പാന്ന് പറയാം? u raised to v ഫോമിൽ വരുന്ന രണ്ട് ഫങ്ഷൻസിന്റെ സമ്മോ ഡിഫറൻസോ വരുന്ന രൂപത്തിലാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ അത് സമ്മിലും അല്ല ഡിഫറൻസിലും അല്ല. അവർ രണ്ടുപേര് രണ്ടിടത്തായിട്ട് കിടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ പ്ലസ് ഇട്ട് ഒരു കണക്ക് പഠിച്ചില്ലേ? എന്നൊന്നും അറിയാൻ എടുത്തത് y raised to x equal y raised ആൻസർ എന്ന് എഴുതിയിട്ട് ചോദ്യം ഒന്നും എടുത്തെഴുതുക. y raised to x equal x raised to y. ഓക്കെ, അടുത്ത വരി അപ്ലൈയിങ് log on both sides. അപ്പോ അപ്ലൈയിങ് log on both sides ഒന്ന് അപ്ലൈ പറഞ്ഞാട്ടെ. log of y raised to x equal log of x raised to y ആണോ? ഇവിടെ നിങ്ങൾക്ക് ലോഗരിതത്തിന്റെ എന്തൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമല്ലോ. log a raised to n equal n log a. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് പറഞ്ഞാട്ടെ. x log y equal y log x. അടുത്ത സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അല്ലാതെ ഐഡിയ പറയണ്ടേ? കോൺസ്റ്റന്റ് പ്രോഡക്റ്റ് റൂൾ. എന്താണ്? അതാണ് ഐഡിയ. പ്രോഡക്റ്റ് റൂൾ പറഞ്ഞാട്ടെ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy by dx പ്ലസ് ലോഗ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഈക്വൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? അല്ല എങ്ങനെ എടുക്കും? അത് പ്രോഡക്റ്റ് ഉള്ളു. y ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy by dx. അപ്പൊ LHS-ലും RHS-ലും എന്ത് റൂൾ അപ്ലൈ ചെയ്തു? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. x ഇൻറ്റു 1/y x by y dy by dx പ്ലസ് log y ഈക്വൽ y by x പ്ലസ് log x dy by dx. ഓക്കെ, അല്ല നമുക്ക് ആരുടെ വേണ്ടത്? അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? dy by dx ഉള്ളവരെ എല്ലാം കൂടെ ഒരു സൈഡിലും ബാക്കിയുള്ളവരെ സൽമോ നമ്മൾ മറു സൈഡിലും. സൽമോ ഇത് എങ്ങനെ ഇരിക്കുന്നത്? പട്ടാളക്കാർ ബംഗറിൽ ഇരിക്കുന്നോണ്ടിരിക്കുന്നു. അർജുനിച്ചോട് ഒതുങ്ങണം കേട്ടോ. പാമ്പ് പിടിച്ചോ അതിനെ വിട്ട്. വേണ്ടേ? ഈ ലോഗ് എക്സ് dy by dx നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചിട്ടാൽ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ എടുത്തു വെച്ച് വായിക്കുമ്പോൾ ആരൊക്കെ തെക്കോട്ട് പോയി ആരൊക്കെ വടക്കോട്ട് വന്നു എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടുന്ന് ആരങ്ങ് അപ്പുറത്ത് പോകണം? ലോഗ് വൈ അപ്പുറത്ത് പോകണം. പറഞ്ഞാട്ടെ.
എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ. ഓക്കെ, ഈ എൽ എച്ച് എസിൽ നിന്ന് ആരെ കോമൺ ആയിട്ട് എടുക്കാം? ഡി വൈ ബൈ ഡി എക്സ്. പറഞ്ഞാട്ടെ, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ മൈനസ് ലോഗ് എക്സ് ഈക്വൽ വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ. ഓക്കെ, അല്ല നമുക്ക് കാരണമല്ലേ വേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് ഇത് എഴുതുന്നില്ലേ? പറഞ്ഞാട്ടെ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ മൈനസ് ലോഗ് എക്സ്. ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ, തീർച്ചയായും ഇവിടം വരെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ബോർഡ് സ്ഥലമില്ലാത്തതുകൊണ്ട് ബോർഡ് ഇന്ന് തുടയ്ക്കുന്നു. ഇനി ഒന്നുമില്ലാണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. പറഞ്ഞാട്ടെ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ രണ്ടാമത് കിടക്കുന്ന ലോഗ് വൈയുടെ ഡിനോമിനേറ്റർ എന്താണ്? 1 ആണ്. അപ്പൊ ഹരീഷ് നമുക്ക് അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം, അല്ലയോ? വൈ ഇൻറ്റു 1 വൈ മൈനസ് എക്സ് ലോഗ് വൈ ബൈ എക്സ് ഡിവൈഡഡ് ബൈ, ഇതേ പരിപാടി ഡിനോമിനേറ്റർ ചെയ്താൽ ഇത് ലോഗ് എക്സ് ബൈ 1 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറയൂ, എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് വൈ ലോഗ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ വൈ. ആണോ? അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ലോഗ് വൈ ബൈ എക്സ്. ഓക്കെ, ടെക്നിക്കലി പറഞ്ഞാൽ ന്യൂമറേറ്റർ ഒരു ഫ്രാക്ഷൻ ആണ്, ഡിനോമിനേറ്ററും ഒരു ഫ്രാക്ഷൻ ആണ്. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഇൻറ്റു വൈ ബൈ എക്സ് മൈനസ് വൈ ലോഗ് എക്സ്. ഇതുകൂടെ എന്തെങ്കിലും ഇല്ല. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, സ്പീക്ക് ചെയ്യട്ടെ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു വൈ മൈനസ് എക്സ് ലോഗ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ലോഗ് എക്സ്. ഇതാണ് നമ്മുടെ ആൻസർ. അത്രേ ഉള്ളൂ. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും പറ്റുന്നില്ലെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് ഈ സിംപ്ലിഫിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സ് എഴുതി വെച്ചില്ലായിരുന്നോ? അവിടം വരെ എഴുതി വെച്ചാൽ ചിലപ്പോ ഒരു അരമാർക്ക് വല്ലതും കുറഞ്ഞെന്ന് വരും. അത് കുറയും, കാരണം ഇതാണ് ഫൈനൽ ആൻസർ. കാരണം പിന്നെ ഇങ്ങോട്ട് ചെയ്യുന്നതൊന്നും ഡിഫറൻസിയേഷൻ അല്ല, ചെയ്യുന്ന മൊത്തം എന്താണ്? ഓൾജിബ്രായുടെ സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് കുറയും. അത് ചില കണക്കിനകത്തിലൊക്കെ അത്രേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ അങ്ങനല്ല, ഇവിടെ നമുക്ക് ഇത്ര എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. പേന താത്ത് വെച്ച് ബുക്ക് അടച്ചു വെച്ച് ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം ചോദ്യം അങ്ങോട്ട് എടുത്തെഴുതി. ഇനി ആരും ബുക്ക് തുറക്കണ്ട, എഴുതണ്ട. അപ്ലൈയിങ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഒന്ന് പറയൂ ഗായത്രി, ലോഗ് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ്. ബുക്ക് അടച്ചു വെക്കുക. cos x the whole raised to y equal cos y the whole raised to x ഇരിക്കും. മാധവേ,
ഇവിടെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് പറയും. വൈ ലോഗ് കോസെക്സ് ഈക്വൽ എക്സ് ലോഗ് കോസ് വൈ. ഓക്കെ, ഇരിക്കും. ആരണ്ണി ഇത് എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? ഇത് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പ് എന്ത്? ഡിഫറൻഷിയേറ്റിംഗ്. വിനായകൻ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഈ ഇടതുവശം ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഐഡിയ? പ്രൊഡക്റ്റ് പറഞ്ഞാട്ടെ. വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് കോസെക്സ്. അങ്ങനെ വരും. 1 ബൈ കോസെക്സ് ഇൻറ്റു കോസെക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇത്രയുള്ളൂ. ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അല്ല, പ്ലസ്. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പ്ലസ് ആരെന്നെ ബാക്കി പറഞ്ഞു? ലോഗ് കോസെക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇരിക്കും. ഗൗതം സാർ, ഇതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയും എക്സ് ഇൻറ്റു ലോഗ് കോസ് വൈ 1 ബൈ കോസ് വൈ ഇൻറ്റു കോസ് വൈ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ഇൻറ്റു പ്ലസോ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു പ്ലസ് ലോഗ് കോസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ഇരിക്കും. ഇതിൽ ആർക്കൊരു സംശയമുണ്ടോ? ഈ മൈനസ് എടുത്ത് ആദ്യം എഴുതി, വൈ അവിടെ നിൽക്കട്ടെ. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. അപ്പൊ മൈനസ് വൈ ടാൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ മൈനസ് എടുത്ത് ആദ്യം എഴുതി, എക്സ് അങ്ങനെ നിർത്തി, സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് കോസ് വൈ. ഓക്കെ. അല്ല, നമുക്കിവിടെ 6 വരെ വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ്. ജലി 6 വരെ വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈമിനെ എല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ടുവരും, ബാക്കിയുള്ളവരെ എല്ലാവരെയും കൂടി മറു സൈഡിൽ കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും? ഈ ടൈം ഇവിടെ നിർത്തുക, ഇത് ഇങ്ങനെ ലെഫ്റ്റിൽ കൊണ്ടുവരണം. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് ആരെങ്കിലും ശ്രീഹരി റൈറ്റിൽ പോണോ? ചിലപ്പോ പോണ്ടി വരും. ഇങ്ങനെ ആണെങ്കിൽ ആര് പോകും? ഈ മൈനസ് വൈ ടാൻ എക്സ് റൈറ്റിലോട്ട് പോകും. ഓക്കെ, പറഞ്ഞാട്ടെ. ലോഗ് കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് ടാൻ വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇനി ഇടതുവശത്ത് കിടക്കുന്ന 2 ടേമിൽ നിന്ന് ആരെ കോമൺ എടുക്കാം? ഡി വൈ ബൈ ഡി എക്സ്. പറഞ്ഞാട്ടെ. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ വൈ ഈക്വൽ ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ് ബൈ ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ. ഓക്കെ, ബുക്ക് തുറന്ന് നോക്കുക, ആൻസർ ശരിയാണോ? ഇങ്ങനെയാണോ ആൻസർ കിട്ടിയത്? ആടാ തീർച്ചയ്ക്ക് ഇനി എഴുതാനുണ്ടോ? ബാക്കി എഴുതാനുണ്ടോ? ബാക്കി എഴുതാനുണ്ടോ? തീർച്ചയ്ക്ക് എഴുതിയ
ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പൊ എഴുതി നിൽക്കുന്നവരുണ്ടോ? ആ എഴുതിയാട്ടെ, ഒരു സെക്കൻഡ്. Given xy is equal to e raised to x. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ കുഴപ്പം. റൈറ്റ് ഹാൻഡ് സൈഡിൽ മാത്രമേ ഉള്ളൂ ചോദ്യം യു റൈസ് ടു വി ഫോമിൽ കിടക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന രൂപത്തിൽ കിടക്കുന്നുള്ളൂ. ഇടതുവശം പോട്ട് നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാം, പക്ഷെ വലതുവശം ചെയ്യണമെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യണം? പക്ഷെ അന്നേരം ഒരിടത്ത് മാത്രം കൊണ്ട് ലോഗരിതം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിടത്തും അപ്ലൈ ചെയ്യണം. എഴുതുക അപ്ലൈയിങ് log on applying log on both sides. Log of xy is equal to log of e raised to x minus y. What is log ab? Log a plus log b. ആ പ്രോപ്പർട്ടി LHS അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അപ്പോ log x പ്ലസ് log y ഈക്വൽ, ഇവിടെ ലോഗരിതത്തിന്റെ റൂൾ അപ്ലൈ ചെയ്താൽ x മൈനസ് y ഇൻറ്റു ലോഗ് e. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഹരിനന്ദേ, ഇവിടെ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ log x പ്ലസ് log y ഈക്വൽ എക്സ് മൈനസ് വൈ. ലോഗ് ഇയുടെ വില, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പല ഡെറിവേഷൻസിലും ഉപയോഗിച്ചിട്ടുണ്ട് ഈ റിസൾട്ട്. ലോഗ് ഇയുടെ വില ഇനി ഐഡിയ. ലോഗ് ഇയുടെ വില 1. സൈഡിൽ എഴുതിയുടെ ലോഗ് ഇയുടെ വില എത്രയാണ്? 1 ആണ്. അപ്പൊ ഇതിന്റെ 1 എഴുതേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. ഇനി എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു മീനാക്ഷി എന്ത് പറ്റിയത്? 1/y ഇൻറ്റു dy/dx. എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഓക്കെ, നമുക്ക് ആരുമല്ലേ വേണ്ടത്? അപ്പൊ എന്ത് ചെയ്യും? ഈ വലതുവശത്ത് കിടക്കുന്ന മൈനസ് dy/dxനെ ലെഫ്റ്റ് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ നാരങ്ങ അപ്പുറത്ത് പോണം. 1/x റൈറ്റിൽ പോണം. പറഞ്ഞാട്ടെ 1/y dy/dx പ്ലസ് dy/dx ഈക്വൽ ടു 1. അതുപോലെ എഴുതി. ഇതങ്ങ് അപ്പുറത്ത് ചെല്ലുമ്പോ മൈനസ് 1/x. ഓക്കെ, ഇവിടെ നേരെ കോമൺ ഫാക്ടർ എടുക്കാം dy/dxനെ. അപ്പൊ dy/dx ഇൻറ്റു 1/y പ്ലസ് 1 ഈക്വൽ 1 മൈനസ് 1/x. അപ്പോൾ dy/dx ഈക്വൽ ടു 1 മൈനസ് 1/x ഡിവൈഡഡ് ബൈ 1/y. ഒന്നെങ്കിൽ ഇത്രയും വരെ എഴുതി ചേർക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ അരമാർഗേ കുറയത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഈ 1 എന്ന് പറഞ്ഞാൽ 1/1 എന്നല്ലേ അർത്ഥം? ക്രോസ് മൾട്ടിപ്ലൈ പറഞ്ഞാട്ടെ. dy/dx ഈക്വൽ ടു 1 ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു 1 ബൈ 1 ഇൻറ്റു x ഡിവൈഡഡ് ബൈ 1 മീൻസ് 1/1. പറഞ്ഞാട്ടെ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു y
y ബൈ y ഇൻറ്റു 1 y. അപ്പോൾ dy ബൈ dx is equal to x മൈനസ് 1 ബൈ എക്സ്. ഇത് റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? ഇൻറ്റു y ബൈ 1. അപ്പൊ dy ബൈ dx is equal to y ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് 1. അമ്പിയായിട്ട് വരും, പിന്നെ സമൂഹമായിട്ട് മാറും, പിന്നെ അന്യനായിട്ട് ചെയ്യും. തീർത്ത് എഴുതി കഴിഞ്ഞോ? ഫയൽ വായിക്കും, അല്ലെ പാട്ട് പാടും, അല്ലെ ഓടക്കുഴയിൽ വായിക്കും, ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത്